എല്ലാവർക്കും നമസ്കാരം. കാഷ്വൽ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് മാനത്തെ കൊട്ടാരം എന്ന സീരിയലിലെ നായിക മോനിഷയാണ്. നമസ്കാരം മോനിഷ. നമസ്കാരം. എങ്ങനെയുണ്ട് വർക്ക്? എങ്ങനെയുണ്ട് വർക്ക്? ഉഷാറായിട്ട് പോകുന്നു. അടിപൊളി. പിന്നെ അടുത്ത എക്സ്പീരിയൻസ് എങ്ങനെയാണ് നമ്മുടെ നായികയായിട്ട്? ഞാനിപ്പോ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ മലയാളം വർക്ക് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് മടിച്ചെടുത്ത ഒരു പ്രൊജക്റ്റ് ആണിത്. വേണ്ട, കുറച്ചൊരു റെസ്റ്റ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ പ്രൊജക്ട് വരുന്നത്. ഇത് സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ മിസ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് വലിയൊരു നഷ്ടമായേനെ. വളരെ എൻജോയ് ചെയ്തിട്ട് നല്ലൊരു ക്രൂവും കാര്യങ്ങളും, നമ്മള് വർക്കിന് വരുന്ന ഒരു പ്രഷറേ ഇല്ല, നല്ല ഈസി ആയിട്ട് പോകുന്ന ഒരു വർക്കാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ബ്രേക്ക് എടുക്കാന്നുള്ള ഞാൻ കുറെ നാള് തമിഴ് ഞാൻ ചെയ്തു, പിന്നെ തെലുങ്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനി കുറച്ച് നാളൊരു ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവലിങ് ഇതൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ വയനാടാ, അപ്പൊ എനിക്ക് ട്രാവലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ വിചാരിച്ചു ശരി, എന്നാ ഇനി കുറച്ച് വീട്ടിലിരിക്കാം, റെസ്റ്റ് എടുക്കാം, ആരോഗ്യമൊക്കെ നോക്കാന്നൊക്കെ വിചാരിച്ചു. അപ്പോഴാണ് ഇവിടത്തെ വിളി വരുന്നത്. തെലുങ്കും തമിഴിലൊക്കെ പോയി ഭാഷ പഠിച്ചായിരുന്നു? പഠിച്ചു. എനിക്ക് തെലുങ്കാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. പക്ഷെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്കത് ഓക്കെ ആയിട്ട് വന്നു. ആദ്യം മലയാളം ചെയ്തത്? ആദ്യം മലയാളം ചെയ്തത്. പിന്നെ അവിടുത്തെ എൻക്വയറി വന്ന് നമ്മൾ ഫോട്ടോ അയച്ചു, പിന്നെ ഓഡീഷന് പോയി, 1-2 ഓഡീഷനൊക്കെ ചെയ്തു. പിന്നെ ഞാൻ തമിഴില് ചെയ്യുന്നത്. നായിക ഭാഷ ഭയങ്കര പ്രശ്നമായിരുന്നില്ലേ? തമിഴ് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഈസി ആയിരുന്നു. പെട്ടെന്ന് തെലുങ്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. കാരണം അത് പ്രോപ്പർ തെലുങ്ക് പ്രൊജക്ട് ആണെങ്കിൽ കൂടി അത് ബാംഗ്ലൂരായിരുന്നു ഷൂട്ട് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ മലയാളം അറിയുന്നവരും ഇല്ല, തമിഴ് അറിയുന്നവരും ഇല്ല, ഈ കന്നഡയും തെലുങ്കും മാത്രം അറിയുന്ന ആൾക്കാരായിരുന്നു. അപ്പം നമുക്ക് എനിക്ക് കന്നഡയും അറിയില്ല, തെലുങ്കും അറിയില്ല. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല, അവര് നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ അത് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു എനിക്ക് ആ വർക്ക്. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഓക്കെ, ഇനി കുറച്ച് നാളത്തേക്ക് ഒരു ഇതെടുക്കാം, ഒരു ഗ്യാപ്പ് എടുക്കാം. ഞാൻ ഭയങ്കര മാനസികമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വന്നു. എത്ര സീരിയൽ ചെയ്താണ് തെലുങ്ക്? തെലുങ്ക് ഞാൻ ഒരു പ്രൊജക്റ്റാ ചെയ്തത്. പ്രോംപ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് അത് നമുക്ക് ഒരു ഇത് സത്യം പറഞ്ഞ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ മസിൽ, നമ്മള് നാം അങ്ങനെ വഴങ്ങണ്ടേ, എക്സ്പ്രഷൻ പോവും. ഇത് അക്കടെ കൂച്ചോണ്ടി ഇക്കടെ കൂച്ചോണ്ടി എന്നൊക്കെ പറയുന്നത് നമുക്ക് അതെ. അയ്യോ, അതൊക്കെ മറന്നു. ഇപ്പൊ കൊറേ നാളായിട്ട് ടച്ച് വിട്ടു. എല്ലാം ഉന്നാരു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓർമ്മയുണ്ട്. എന്നാലും ടഫ്. എനിക്ക് തമിഴ് എനിക്ക് മുന്നേ കുറച്ചും കൂടെ എനിക്ക് ഇതാണ്. ഇത് തെലുങ്കുമായിട്ട് ഞാൻ ഭയങ്കര ഒരു ഇത് വന്നു, ഒരു ഗ്യാപ്പ് വന്നു, ദേഷ്യം വന്നു. പക്ഷെ അതുകൊണ്ടൊരു ഗുണം ഉണ്ടായി, ഞാൻ കന്നഡയും കുറച്ച് പഠിച്ചു, തെലുങ്കും ഞാൻ പഠിച്ചു. തമിഴ് ഈസി ആയിരുന്നു. തമിഴ് എനിക്ക് ഈസി, എനിക്ക് ഞാൻ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യായിരുന്നു. എനിക്ക് ഡബിങ് ഇല്ല, ഞാൻ സ്വന്തം ഡബിങ് അല്ല, അവിടുന്ന് അവര് ഡബ് ചെയ്യും. മലയാളത്തിലും ഇവിടെ നമുക്ക് ഡബിങ്ങിന് ഒരു സമയം കിട്ടത്തില്ല. രാവിലെ നമ്മൾ 6 മണിക്ക് വന്നാൽ പോകുന്നത് 10 മണിക്കല്ല. അപ്പൊ ഇതിനിടയിൽ പോയിട്ട് പ്രത്യേകിച്ച് നായകന്മാർക്ക് ഡബ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. നമ്മളെല്ലാ സീനിലും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡബ് ചെയ്യാൻ പോവാന്ന് പറയുന്നത് നടക്കില്ല. എങ്ങനെയാണ് സീരിയലിലോട്ട് വരാനുള്ള ഒരു താല്പര്യം തോന്നിയത്? അഭിനയത്തിലോട്ട്? ഞാന് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഡ്രാമയൊക്കെ ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ വയനാട്ടിലാണ്. എനിക്ക് അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് എന്റെ വീട്ടിൽ പോയിട്ട് എല്ലാവരും സിനിമയ്ക്ക് പോകും, അങ്ങനത്തെ ഒരു കൾച്ചറൊന്നും നമുക്കില്ല. നമ്മളൊരു സിനിമ കാണാൻ പോകണമെങ്കിൽ തന്നെ 10 ആൾക്കാരോട് ചോദിക്കും നല്ലതാണോ എന്ന് ചോദിച്ചാൽ അതിൽ ഒരു 4 പേര് നല്ലതാന്ന് പറഞ്ഞാൽ മാത്രം സിനിമയ്ക്കൊക്കെ പോവുള്ളൂ. ഈ ഇൻഡസ്ട്രി ആയിട്ടൊന്നും ഒരു കണക്ഷനും ഇല്ല. പക്ഷെ എനിക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഡ്രാമയൊക്കെ ചെയ്യാൻ ഇഷ്ടമായിരുന്നു. എന്നാലും എനിക്ക് അപ്പൊ ഒരു സീരിയൽ ചെയ്യണം, സിനിമാ നടി ആവണമെന്നൊന്നും എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഡ്രാമയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് എന്റെ ഫ്രണ്ട് അവള് ഇങ്ങനെ ഈ മഞ്ഞുറൂം കാലത്തിന്റെ എൻക്വയറി കണ്ടപ്പോ അവളെടുത്ത് അയച്ചതാ. അപ്പം പിന്നെ എന്നെ ജോയ്സ് സാറ് കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മൾ പോയി ഒരു ഓഡീഷനൊക്കെ കൊടുത്തപ്പോ പിന്നെ അതിനവർ സെലക്ട് ചെയ്തു. അങ്ങനെയാണ് അഭിനയം തുടങ്ങിയത്. സിനിമ ഞാൻ സല്യൂട്ട് എന്ന് പറഞ്ഞ മൂവിയിലൊക്കെ ചെറിയ ക്യാരക്ടറൊക്കെ ചെയ്തായിരുന്നു. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ സീരിയൽ ചെയ്യുമ്പോൾ ഇത് സത്യം പറഞ്ഞ ഒരു ഓഫീസ് ജോബ് പോലെ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു സ്പേസ്. അപ്പൊ ഇനി അവിടെ പോയിട്ട് ഞാൻ ഇനി എന്റെ ഒരു സ്പേസ് ഉണ്ടാക്കി എടുക്കാന്ന് പറയുന്നത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് വേറെ ആരുമായിട്ടും വലിയ കോണ്ടാക്ട്സ് ഒന്നുമില്ല. അപ്പം എനിക്ക് ഭയങ്കര ഒരു ടാസ്ക് ആണ് അത്. അങ്ങനെ ചോദിച്ചു ഓക്കെ, ഇവിടെ സുഖമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്, ലീഡ് ചെയ്യുന്നുണ്ട് നമ്മള്. അപ്പൊ ഞാൻ ഹാപ്പിയാണ്. കൃത്യമായിട്ട് പൈസയും വരുന്നുണ്ട്.
കുഴപ്പമില്ലാതെ അതുകൊണ്ട് പോകുന്നുണ്ട്. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പിന്നെ പുതിയ ഇപ്പം സീരിയൽ വേറെ ഏതെങ്കിലും ആയിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ ഈ ഒരു പ്രൊജക്റ്റാ ചെയ്യുന്നത്. പിന്നെ തമിഴിനൊക്കെ എൻക്വയറി വന്നത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അവിടെ ഇതിനേക്കാളും കുറച്ചും കൂടെ ഡേയ്സ് കൊടുക്കണം നമ്മള്. അപ്പൊ 2 പ്രൊജക്ട് ചെയ്യുമ്പോൾ പിന്നെ ഈ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ വീണ്ടും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് ഇപ്പൊ സമാധാനമായിട്ട് ഒരു വർക്ക് ചെയ്ത് സ്വസ്ഥം. മാസത്തിൽ ഒരു 12 ദിവസമൊക്കെ വർക്ക് ചെയ്ത് ബാക്കി ദിവസങ്ങൾ നമ്മുടെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുള്ള സമയവും ഉണ്ട്. ഇപ്പം വയനാടാണല്ലോ ഇപ്പം. അതെ അതെ. അപ്പൊ അവിടെയൊക്കെ പോകുമ്പോ എങ്ങനെയാണ് ഇപ്പം? നമ്മുടെ ഇപ്പൊ വലിയൊരു സീരിയൽ നടിയല്ലേ, നായികയല്ലേ? കുറെ ആൾക്കാർക്ക് കാണുമ്പോ മനസ്സിലാവും. നിങ്ങളെ നാട്ടുപ്രദേശമല്ലേ? പറയും പിന്നെ ഞാനെപ്പോഴും പുറത്തൊക്കെ ഇങ്ങനെ എന്നെ എല്ലാരും കാണുന്നോണ്ട് ഞാൻ സ്ഥിരമായിട്ടുള്ള കടകളിലൊക്കെ പോകുന്നുണ്ട്. എന്നാൽ വർത്താനൊക്കെ പറയും. അവരങ്ങനെ പണ്ടത്തെ മാവും മഞ്ഞുരവും കാലം ജാനിക്കുട്ടി ആ ഒരു ഇതുണ്ട്, സ്നേഹമുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കണം എന്നൊക്കെ പറയുന്നത് അതിലോട്ട് എന്താണ് അഭിപ്രായം? സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്താണ്? നമ്മുടെ ഒരു സമയത്ത് സ്ത്രീകൾ വളരെ സമൂഹത്തിൽ താഴെത്തട്ടിൽ നിന്നിരുന്ന ആൾക്കാരാണല്ലോ. അപ്പൊ അവരെ മുന്നോട്ട് കൊണ്ടുവരണം. നമ്മളൊരു സൊസൈറ്റിയിൽ ഈക്വൽ ആയിട്ട് നിൽക്കണം എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ സ്ത്രീകൾക്ക് മാത്രമല്ല, കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ആ ഒരു പരിഗണന നമ്മൾ കൊടുക്കണമല്ലോ. അതെന്തായാലും ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് അത് വേണം. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത്. നല്ലൊരു പാട്ടുകാരിയാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അയ്യോ, ആരും പറയത്തില്ല. സത്യം പറഞ്ഞു. ഇല്ല ഞങ്ങളുടെ ഇവിടുത്തെ പാട്ടുകാരനാണുള്ളത്, നായകൻ. അവൻ പാട്ട് പാടുമ്പോ തന്നെ ഞങ്ങളിവിടെ ചീത്തവിളി തുടങ്ങും. നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യാൻ താല്പര്യമുണ്ടോ? നെഗറ്റീവ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ പിന്നെ നമ്മള് നായികയായിട്ട് ചെയ്യുമ്പോ നായികമാരൊക്കെ നല്ല കുട്ടികളായിട്ട് കാണിക്കുന്നത് കൊണ്ട് ഇപ്പൊ അങ്ങനത്തെ ക്യാരക്ടറാണ്. കോമഡിയും ഇഷ്ടം ചെയ്യാറുണ്ടോ? ലൈഫില് കോമഡിയാണല്ലേ? ലൈഫില് ഞാൻ കുറച്ച് തമാശ. പിന്നെ ഫാമിലി വീട്ടില് അമ്മ, ചേട്ടൻ, അനിയൻ, ചേട്ടന്റെ വൈഫ്, കുട്ടികള്. ചേട്ടൻ ബിസിനസ് ആണ്, അനിയൻ കാനഡയിലാണ്, അവനവിടെ വർക്ക് ചെയ്യാണ്. അമ്മ വീട്ടില്. നിങ്ങളവിടെ വല്ലാത്തൊരു ദുരന്തമായി പോയില്ലേ? ചൂരൽമലേന്റെ ഒത്തിരി നമുക്ക് കുറച്ച് ദൂരമുണ്ട്. നമുക്കൊരു 50 കിലോമീറ്റേഴ്സ് ഉണ്ട്. ശരിക്കും അത് വയനാടിന്റെ ഒരു ബോർഡർ ഏരിയയിലാണ് ഈ ചൂരൽമല എന്ന് പറയുന്ന സ്ഥലം ഉള്ളത്. പക്ഷെ അത് വയനാട് എന്ന് പറഞ്ഞിട്ട് മൊത്തം വയനാടിനെ എല്ലാ കാര്യങ്ങളിലും അത് ബാധിച്ചു. നമ്മുടെ ടൂറിസം കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടും ബാധിച്ചു. അല്ല നമുക്ക് അടുത്തല്ല, 50 കിലോമീറ്റർ എന്തായാലും ഉണ്ട്. അവിടെയൊക്കെ പോരുന്നു, ദുരിതഭൂമിയിലൊക്കെ പോരുന്നു? ഇല്ല, പോയില്ല. ഞാൻ ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെയൊക്കെ ആയതുകൊണ്ടും പിന്നെ അപ്പൊ അവിടെ ഈ രക്ഷാപ്രവർത്തനമൊക്കെ നടക്കുന്ന ഒരു സമയമൊക്കെ ആയതുകൊണ്ട് പോയിട്ടില്ല. പിന്നെ അവാർഡ്സുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടോ? അവാർഡ് എന്താ, ഞാൻ വിജയ് ടിവിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ചാനലിന്റെ അവാർഡ് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഭയങ്കര എനിക്ക് അവാർഡ് വേണം, ഞാൻ അതിൽ കോൺഷ്യസ് ഒന്നും അല്ല. എനിക്ക് ഇപ്പൊ അത് എന്ത് ജോലിയാണ്. സ്റ്റേറ്റ് അവാർഡ് താല്പര്യമില്ലേ? നന്നായി അഭിനയിച്ചാ കിട്ടട്ടെ. ഇപ്പൊ എന്തായാലും അവാർഡുകൾ കിട്ടട്ടെ അല്ലേ? പുതിയ പ്രോജക്റ്റുകളൊക്കെ വരട്ടെ. പിന്നെ കന്നഡയിലെങ്കിലും വിളിച്ച പോയില്ല. എന്തായാലും ഈ പ്രൊജക്ട് നിൽക്കുമ്പോൾ ഞാൻ ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. നോക്കിയിട്ട് ഞാൻ ചെയ്യത്തുള്ളൂ. പ്രശ്നമാണ്. പക്ഷെ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് ചെയ്യണ്ടെന്നുള്ള ഫീൽ എനിക്കില്ല. ഭാഷയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഭാഷയുടെ പ്രശ്നം മാത്രമേ. തമിഴ് പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ തെലുങ്ക് പക്ഷെ എനിക്ക് കേട്ടാൽ മനസ്സിലാവും, എനിക്ക് പ്രോംപ്റ്റിംഗ് എടുക്കാം, അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. കന്നഡയും കുറച്ച് കന്നഡയും എനിക്ക് കുറച്ച് എനിക്ക് അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവും. ചെറിയ സെന്റൻസ് എനിക്ക് പറയാൻ പറ്റും, ചെയ്യാൻ പറ്റും. അവിടെ നിൽക്കുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ഫ്ലുവന്റ് ആയിരുന്നു ഞാൻ. ഇപ്പൊ പിന്നെ കുറെ ആയിട്ട്, ഒരു വർഷമായിട്ട് ഒരു ടച്ചും ഇല്ല. അതുകൊണ്ടൊരു ഇത് വന്നു. ബുദ്ധിമുട്ടാണ്. എന്തായാലും ഒരുപാട് വർക്കുകളൊക്കെ വരട്ടെ, ഒരുപാട് സിനിമകൾ വരട്ടെ. അതെ, നല്ല വർക്കൊക്കെ ചെയ്ത് ചെയ്യുന്ന ജോലി എന്താണെങ്കിലും വൃത്തിക്ക് ചെയ്യാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും. ഞാൻ ഇത്രയും നേരം നമ്മളോട് സഹകരിച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു.